പ്രാവശ്യം വീഴുന്നു. കുരിശ് ക്ഷീണിച്ച ശരീരം വിറയ്ക്കുന്ന തുള്ളി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു, പട്ടാളക്കാർ അടിക്കുന്നു, ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. പലപ്പോഴും കുരിശോടുകൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി മിഴികളെ ഓരോ താനിറങ്ങി വേദന നിൻ കണ്ണു നീരാൽ അഴുകേണമിന്നിൽ പതിയുന്ന മാലിന്യമല്ല. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖ നാദനെ ശിമയോൻ തുടച്ചിടുന്നു. നാദാനിൻ കുരിശു വന്ന ഭാഗ്യം നിൻ കുരിശ് അവിടത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവം ആരെയും ഞാൻ കണ്ടില്ല, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുൾ ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്ക മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നുന്നു. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തിൻ കൊമ്പുകളും ജൈവിളികളും അവർ കണ്ണുനീര് വാർത്തു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുന്നു. ഒരിക്കലും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. യേശുവുമായി പോനാമതും കോഴിയിൽ വീഴുന്നു ദൈവപുത്രൻ. ഹൃദയമുഴുകി കണ്ണം വരണ്ടുണങ്ങി ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാവൂലിനോട് അരുൾ ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസാരമാവുന്നു. എങ്കിലും
യാത്ര കാൽവരി കുന്നിൻ മുകൾ പരപ്പിൽ നാഥന്റെ വസ്ത്രമെല്ലാം ശത്രുക്കളൊന്നായൊഴിഞ്ഞു നീക്കി വൈരികൾ തിങ്ങി വരുന്നെന്റെ ചുറ്റിലും ഘോരമാം ജനങ്ങൾ ഗാഗത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തി വീഞ്ഞു കൊടുത്തു. എന്റെ മേലകയ്ക്ക് വേണ്ടി അവർ ചുറ്റിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടു. പെട്ടപ്പോൾ ചേർന്നു തുളച്ചെന്റെ കൈകളും കാലുകളും എഴുതുന്നു വേദന ഉരുകുന്നു ചേതന നിലയറ്റ നീകനാഗനീശോ സൂര്യൻ മറഞ്ഞിരുന്നു നാടെങ്ങും അന്ധകാരം നിറഞ്ഞു മരികൾ കുറഞ്ഞു പറവയ്ക്കു കൂടുണ്ടോ പാർക്കുവാൻ എന്നതുപോലെ വരുന്നവരെല്ലാവരും നമസ്കാരക്കാരാണ് ഉദ്ദേശിച്ചത്. ഇവരൊക്കെ ഇപ്പൊ നമ്മളെക്കാളും ജീവൻ വെച്ചവരായിട്ട് മാറി. അപ്പോ ഇവർക്ക് കവർ കിട്ടുമ്പോൾ വീടുകളിൽ നിന്ന് വന്നും പോയി ഹാൻഡിൽ ചെയ്തിട്ടുള്ള സർവീസായി മാറി. ഇപ്പൊ ഞാനൊരു പുതിയൊരു 5 വീൽചെയർ 5 കട്ടിൽ അങ്ങനെ എല്ലാ ഹോസ്പിറ്റൽ മേഖലകളിലും അവരു പേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയിട്ട് അവർ കൊണ്ടുകൊണ്ട് കട്ടുകൾ അവർ കട്ടിൽ കൊടുത്ത് നല്ല എയർബെഡ് കൊടുത്ത് ആ റൂം കിടക്കുന്ന രോഗികളുടെ റൂം സർവീസ് എക്സ്പീരിയൻസ് കൊടുത്ത് അനുയോജ്യമായി ഞാൻ അധികമൊക്കെ കാലഘട്ടത്തിലൊക്കെ അനുസരിച്ച് ചെയ്തിരുന്നത് വലുതും കുഴിയും പെട്ടെന്ന് സീരിയസ് ആണെന്ന് പറയുമ്പോൾ ഈ രോഗി ടെൻഷൻ കാണിക്കുന്നതല്ലേ ഇതല്ലേ പേഷ്യൻ്റിന് ബൈസ്റ്റാൻഡർ ടെൻഷൻ കിട്ടുകയാണ്. എനിക്കൊരു ടെൻഷനില്ല, ഞാനൊരു കൂടെ മിഷൻ ചെയ്യും. എനിക്ക് സിമ്പിളായിട്ട് അറിയാം എന്താ അറിയാം പേഷ്യൻ്റാണ് കൂടി രജിസ്റ്റർ ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം മുട്ടാണെങ്കിൽ ആ സെക്ഷൻ എല്ലാ ഓപ്പറേഷൻ അതിന് കുറച്ച് സ്പീഡായി പിന്നെ അവിടെ നിൽക്കരുത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇരിക്കുന്ന പത്രക്കാരനായിട്ട് വരും. പിന്നെ അവർ നമ്മൾ വീഴുകയോ ശരിക്കുള്ളതാ കാര്യങ്ങളാ. പക്ഷെ സെറ്റായി റണ്ണിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇതിന് സർവീസ് എക്സ്പീരിയൻസ് കിട്ടി തന്നെ ആളിൽ നിന്ന് കളക്ട് ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊക്കെ വീൽ ചെയർ കട്ടില് സാധനങ്ങളൊക്കെ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഒരിടത്തൊക്കെ ഉണ്ടാവുമ്പോൾ അതുപോലെ നിങ്ങളുള്ള ടൗണിനേക്കാളും സൈഡ് ഏരിയകളിലൂടെ ചില വീടുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് വിഷമം അപ്പുറത്ത് നോക്കും അപ്പുറത്താണ്ട് അപ്പൊ അത് കുറ്റം പറഞ്ഞാൽ നല്ലതെന്താ? ഇപ്പൊ ഞാൻ വീടുകളിലേക്ക് കട്ടിലെടുത്ത് തരുന്നില്ലേ, അതുകൊണ്ട് ആശീർവാദം വെച്ച് ഫ്രഷാക്കി എടുക്കുക. ഈ കട്ടില് സ്നേഹത്തിന് കൂടി കട്ടിൽ കൊടുക്കുമ്പോൾ അത് പഴയ എടുത്തോളാം കത്തിക്കാൻ കൊണ്ടോ നല്ല എടുത്തോളുമ്പോ ആ വീട്ടുകാർക്കൊരു ഇത് കിട്ടല്ലേ. International Women's Day, 8 March, International Women's Day. This is a special occasion. Punerjivanashram, Nalla Shantosham. So many programs are there. Now this is the 4th program.
So it is the blessing. I especially thank God for this wonderful day through the through the work of the hands of Brother Matthew Sungar. So many disabled people and unwanted people, widows, orphans, like that, and also not able to be with the society, social society. They are He's helping such a way. It is not His work, it is the work of God, Jesus Christ. Nowadays we are celebrating, we are in advanced season, advanced now, Lenten season. It was called. So we especially thank God for this wonderful Vishwanath came. This house was not there, now it has come. Just to pray. So the Blessed Sacrament is there. Pope Leo XIV also has already told that we must pray to the Blessed Sacrament, for the Blessed Sacrament, for the peace of the world, especially Middle East. Now some many fightings are going on, and especially America, Ukraine, Russia, all those things. Middle East also all are affected. Peace. So war. So Pope has already announced, requested to pray in front of the Blessed Sacrament, to the Qurban, especially remembering. So I thank God for this wonderful day, wonderful institution that God has given Brother Matthew Sungar. And you people have come here to share your joy, your feelings with the disabled people. So in this occasion, especially I remember and pray for you all. So let's stand on the Pitāve. So Nirmal Maria Sundari, हमारे प्रभु ईसा मसीह की कृपा, ईश्वर का प्रेम तथा पवित्र आत्मा का सच्चाया आप सबों के साथ हो, आमीन। आत्मा के साथ सबके साथ हो, Amin. Yang sampai mau question juga kita, question juga sampai mau സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരുടെ കുടുംബത്തിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരുടെ വാഹനത്തെ അവിടുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരുടെ ജോലി മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പുനർശിവൻ ആശ്രമത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശ്വരാധന ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്ന പരിശുദ്ധാത്മാവ് നിറയട്ടെ കർത്താവേ, അഭിഷേകം നിറയട്ടെ കർത്താവേ, ഈശ്വരാധന ആരാധന 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 ആരാധന.